ഈ കാണുന്നത് കാടല്ല കേട്ടോ, ഇത് ഫുള്ള് തന്നെ കിളുത്ത് വന്ന മല്ലിയാണ്. കണ്ടോ മല്ലിയില. ഇത്തവണ അതെനിക്കൊരു മണ്ടത്തരം പറ്റി. മല്ലിയില എടുത്ത് ഫ്രീസ് ചെയ്താൽ കുഴപ്പമില്ലായിരിക്കും എന്ന് എനിക്കറിയാതെ പോയി. അപ്പം എനിവേ ഇതെല്ലാം എന്തേ മല്ലിയാണ്. ഇത് പച്ചമല്ലി എന്ന് നമ്മൾ നാട്ടിൽ പറയുന്നതല്ല, പച്ചക്കായായിട്ടുള്ള മല്ലി. പിന്നെ ഉണക്കമല്ലി ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജാണ് വേണ്ടത്. ഇത് കണ്ടോ, അതിന് മുന്നേ, അതായത് ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പൂവായിട്ട് നിൽക്കുമ്പം കാണാൻ നല്ല ഭംഗിയാണ്, നിറച്ച് വെള്ള കളറി. അത് കഴിഞ്ഞ് ഇങ്ങനെയാകും. അപ്പം ഇത്തവണ കുറച്ച് മല്ലി കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇങ്ങനെ മല്ലി സാധാരണ ഇങ്ങനെ പൂവിൻ്റെ സ്റ്റേജ് കഴിയുമ്പോഴേ നമ്മൾ പറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. നമുക്കങ്ങനെ കുറച്ചേ കിട്ടത്തുള്ളൂ എന്നുള്ളൊരിത്. പക്ഷേ ഇതിപ്പോൾ ഇത്രയും ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പം ഇതെന്തെയാണ് മല്ലിയായിട്ട് എടുക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. ശരിയാവുമെന്നറിയത്തില്ല. ഇത് കണ്ടോ, ഇത് ഏകദേശം ഉണങ്ങിയ ഒരു സ്റ്റേജിലാണ്. ഇങ്ങനെ പിടിക്കുമ്പം കണ്ടോ പൊഴിഞ്ഞു പോരുന്നത്. ഇത് ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ട് ഇനിയും. എന്നാ മണം, നല്ല മണം ഉണ്ടോ. ഇതിങ്ങനെ സാധാരണഗതിയിൽ ഇതിങ്ങനെ തന്നെ, അതായത് ഈ ചെടി ഇങ്ങനെ സാധാരണഗതിയിൽ ഞങ്ങളിങ്ങനെ ഇട്ടേക്കും. എന്നിട്ട് ഈ വിൻ്റർ ആകുമ്പോൾ ഇത് ഫുൾ അവിഞ്ഞു പോകും. അടുത്ത കൊല്ലം പക്ഷേ ഉണ്ടല്ലോ, ഇത് തന്നെ പൊട്ടിക്കിളുത്ത് വീണ്ടും ഇഷ്ടംപോലെ ഇതുപോലെ മല്ലി ഉണ്ടാകും. അങ്ങനെ മല്ലി ഞങ്ങൾക്ക് കുറേ നാളുകളായിട്ട് നട്ട് അരിയിട്ട് കിളിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഒരു പ്രാവശ്യം എപ്പോഴോ ഞാൻ അരിയിട്ട് മല്ലി കിളിപ്പിച്ചു. അത് കഴിഞ്ഞതേ ഇത് ഫുള്ള് ഇത് സീഡ് സ്റ്റേജാണ്. അതായത് ഇതിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ഉണക്കി, ഇത് സീഡ് സ്റ്റേജാണ്. ഇതിന് വീണ്ടും ഉണങ്ങിയാലാണ് നമുക്ക് കറിക്കകത്തിടാവുന്ന ഒരു ലെവലിലെത്തുന്നത്, നല്ലതായിട്ട് ഉണങ്ങുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മല്ലി ഇച്ചിരി കൂടെ വലിപ്പമുള്ളതാണ്. ഇതെനിക്കൊന്ന് ഇച്ചിരി കൂടെ വലുതായതിനെ കാരണം. പക്ഷേ ഇതിൻ്റെ മൂട്ടിൽ നിന്ന് വെച്ച് ഇതിൻ്റെ തണ്ട് ഇതിൻ്റെ ചെടിയുടെ ഇത് ഒടിഞ്ഞു പോയി, അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. പക്ഷേ ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യാം എന്നോർത്ത് ഇരിക്കുന്നു. എന്ത് രസമല്ലേ എൻ്റെ കോസ്മോ പൂ കാണാനായിട്ട്. ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ എടുക്കാനായിട്ട്. ഇത് ഉണങ്ങിയിട്ടില്ല ശരിക്കും.